السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹയ്യാലസുല കോഴ്സിലെ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചു, മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇതുവരെ എത്തിയത് നിസ്കാരത്തിന് മുമ്പായി ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ, നിസ്കാരത്തിന് സമയം, ബാങ്കും ഇഖാമത്തും, വുളൂ, കുളി, അങ്ങനെ തുടങ്ങി ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നിസ്കാരത്തിന് സമയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പലതും നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നിസ്കാരത്തിൻ്റെ രൂപം നമ്മൾ അറിഞ്ഞു. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെയും സലാം വീട്ടിയതിന് ശേഷമുള്ള പ്രാർത്ഥനയും ആണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ നിസ്കാരത്തിൻ്റെ മൊത്തം അതിൻ്റെ റുക്നുകൾ, വാജിബുകൾ, സുന്നത്തുകൾ, ഇങ്ങനെ തുടങ്ങി വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം മറവിയുടെ സുജൂദ്, യാത്രക്കാരൻ്റെ നിസ്കാരത്തിൽ ജംഅ്, ഖസ്ർ, രോഗിയുടെ നിസ്കാരം, അതിൽ തന്നെ കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള നിസ്കാരം, ഇങ്ങനെ തുടങ്ങി നിസ്കാരവുമായി ബന്ധപ്പെട്ട് ആധുനികവും പൗരാണികവുമായ രൂപത്തിലുള്ള മസാലകൾ ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാ നമ്മൾ ഇന്നത്തോടു കൂടി നാലാമത്തെ മൊഡ്യൂൾ ആരംഭിക്കുകയാണ്. നാലാമത്തെ മൊഡ്യൂളിൻ്റെ ഒരു ചുരുങ്ങിയ രൂപമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചത്, നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിസ്കാരത്തിലെ റുക്നുകളെ സംബന്ധിച്ചും വാജിബുകളെ സംബന്ധിച്ചുമാണ് ഒക്കെയാണ്. അത് പണ്ഡിതന്മാർക്കിടയിൽ മദ്ഹബുകളുടെ ചെറിയ വ്യത്യാസങ്ങൾ, അഭിപ്രായങ്ങളിലുള്ള ചെറിയ വ്യത്യാസങ്ങളിലാണ്, ആ പ്രയോഗങ്ങളിൽ അങ്ങനെ വ്യത്യാസം കാണുന്നത്. റുക്ന്, ഫർള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട, യാതൊരു കാരണവശാലും നഷ്ടപ്പെട്ടുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കാണ് ഫർള് അല്ലെങ്കിൽ റുക്ന് എന്ന് പറയുക. ഇതിന് ഈ റുക്നോ ഫർളോ നിസ്കാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ നിസ്കാരം ശരിയാവുകയില്ല എന്നതാണ്. ഒരു നിലക്കും അത് മറവിയുടെ സുജൂദ് ചെയ്താൽ പോലും അതെന്ത് ചെയ്യൂല, ആ നിസ്കാരം പൂർത്തിയാക്കപ്പെടുകയില്ല, അത് മടക്കി നിർവഹിക്കേണ്ടതാണ്. അത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് നിസ്കാരത്തിലെ റുക്നുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. റുക്ന്, ഫർള്, ഇത് രണ്ടും ഒരേ പ്രയോഗങ്ങളാണ്. റുക്ന്, ഫർള് അവിഭാജ്യ ഘടകങ്ങൾ, നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ, ഒരു നിലക്കും ഒഴിയാൻ പറ്റാത്ത ആ കാര്യങ്ങൾക്കാണ് റുക്ന് അല്ലെങ്കിൽ ഫർള് എന്ന് പറയുക. മറന്നുകൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അശ്രദ്ധമായിക്കൊണ്ടോ ഇതിലേതെങ്കിലും ഒരു റുക്ന് നഷ്ടപ്പെട്ടാൽ ആ നിസ്കാരം മടക്കി നിർവഹിക്കണം. ഇനി നിസ്കാരത്തിൽ തന്നെയാണ് അത് ഓർമ്മ വരുന്നത് എങ്കിൽ, അതേ റക്അത്തിലാണ് ഓർമ്മ വരുന്നത് എങ്കിൽ ആ കർമ്മം ആവർത്തിച്ച് നിർവഹിച്ച് അത് പൂർത്തീകരിച്ച് ചെയ്യണം. അതല്ല, ഇനി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ റക്അത്തിലാണ്, ആ റക്അത്ത് വിട്ട് കിടന്ന് മറ്റൊരു റക്അത്തിലാണ് എത്തിയതെങ്കിൽ ആ ഒരു റക്അത്ത് അവിടെ നഷ്ടപ്പെടുകയും പിന്നീട് ആ റക്അത്ത് വീണ്ടെടുക്കുകയും ശേഷം മറവിയുടെ സുജൂദ് ചെയ്തുകൊണ്ട് ആ നിസ്കാരം പൂർത്തീകരിക്കുകയുമാണ് വേണ്ടത്. ഞാൻ റുക്നുകളുടെ എണ്ണം ഞാൻ പറയാം. അത് 14 റുക്ന്, അല്ലെങ്കിൽ ഫർള്, നിസ്കാരത്തിലെ ഫർള് അതല്ലെങ്കിൽ റുക്ന് 14 ഉള്ളത്. ഈ 14-ൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ആ നിസ്കാരം ബാത്തിലാകും. മനഃപൂർവ്വമാണ് നഷ്ടപ്പെടുത്തുന്നത് എങ്കിൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഇനി മറന്നുകൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കൽ അനിവാര്യമാണ്. വീണ്ടെടുക്കാതെ സലാം വീട്ടിക്കഴിഞ്ഞാൽ ആ നിസ്കാരം ശരിയാവുകയില്ല. ഞാൻ ഈ 14 എണ്ണവും ഒരാവർത്തി വായിച്ച് ശേഷം
ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും ഇൻഷാ അല്ലാ. നിസ്കാരത്തിലെ റുക്കുനുകൾ അല്ലെങ്കിൽ ഫർളുകൾ ഇത് 14 എണ്ണമാണ്. ഒന്നാമത്തത് നിൽക്കാൻ കഴിവുള്ളവർ. ഫർള് നിസ്കാരത്തിൽ നിൽക്കുക എന്നതാണ്. ഒരാൾക്ക് നിൽക്കണം. നിസ്കാരത്തിന്റെ ഫർള് നിസ്കാരത്തിൽ നിൽക്കുക എന്നത് റുക്കിനാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരാൾ രോഗിയാണ്. രോഗിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇരുന്നു കൊണ്ട് നിസ്കരിക്കണം. പക്ഷെ അദ്ദേഹത്തിന് നടക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റും. ഊരക്കാണ് വേദന. റുക്കുവോ സുജൂദൊക്കെ ചെയ്യാനാണ് പ്രയാസം. അതുകൊണ്ട് നിസ്കാരത്തിന് തുടക്കം മുതൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. ആ നിൽക്കാൻ കഴിയുന്ന ഖാദിറായ ആ വ്യക്തി നിന്നുകൊണ്ട് നിസ്കരിക്കുക, നിന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് റുക്കിനാണ്. അപ്പൊ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ റുക്കൂലേക്ക് പോകാൻ പ്രയാസമുള്ള, കുനിയാൻ പ്രയാസമുള്ള, സുജൂദിലേക്ക് പോകാൻ പ്രയാസമുള്ള ആള് നിസ്കാരം തുടങ്ങുന്നത് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം തന്നെ ഇരുന്നു കൊണ്ടാണ് എങ്കിൽ അവരുടെ നിസ്കാരം ശരിയാവുകയില്ല. കാരണം അദ്ദേഹം ഒന്നാമത്തെ റുക്കൻ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ റുക്കൻ നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കലാണ്. അത് ഫർള് നിസ്കാരത്തിന്. സുന്നത്ത് നിസ്കാരത്തിന് അത് ഇളവുണ്ട്, ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം. ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ള ഖാദിറായ വ്യക്തി നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കുക എന്നത് നിസ്കാരത്തിന്റെ റുക്കനാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുക. ഇതാണ് രണ്ടാമത്തെ റുക്കന്. ഇപ്പോൾ ഒരാള് നിസ്കരിച്ചിട്ട് നേരെ കൈയും കെട്ടിക്കൊണ്ട് എന്ത് ചെയ്തു? അല്ലാഹു അക്ബർ ഒന്നും പറഞ്ഞില്ല. കൈ കെട്ടിക്കൊണ്ട് എന്താ പറയാ, വജ്ജത്ത് ഓതി, അതേപോലെ തന്നെ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി 4 റക്അത്ത് നിസ്കരിച്ച് സലാം കിട്ടി. ആ നിസ്കാരം ശരിയാവോ? ഇല്ല. കാരണം അദ്ദേഹം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, നിസ്കാരം തുടങ്ങിയിട്ടില്ല. നിസ്കാരത്തിന്റെ ആരംഭമാണ് തക്ബീറത്തുൽ ഇഹ്റാം. ആ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹം നിസ്കരിക്കുന്ന വ്യക്തിയാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിന്റെ റുക്കിനാണ്. അപ്പൊ 2 കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞത്. ഒന്ന്, കഴിവുള്ളവർ നിൽക്കാൻ കഴിയുന്നവർ നിൽക്കുക തന്നെ വേണം. രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുക. മൂന്നാമത്തെ റുക്കിന് ഫാത്തിഹ ഓതുക, ഫാത്തിഹ പാരായണം ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹ അത് പാരായണം ചെയ്യൽ നിസ്കാരത്തിന്റെ റുക്കിനിൽപ്പെട്ടതാണ്. ഒരാള് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയില്ല, മറന്നു. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതാൻ മറന്നു. രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ്, മൂന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ്, എന്നിട്ടാണ് അദ്ദേഹം ഓർമ്മ വന്നത്, അല്ലാ റബ്ബേ, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് അവിടെ വിധി? അദ്ദേഹത്തിന് ഒന്നാമത്തെ റക്അത്ത് ലഭിച്ചിട്ടില്ല. അപ്പൊ അവിടെ അദ്ദേഹം ചെയ്യേണ്ടത് രണ്ടാമത്തെ റക്അത്തിനെ ഒന്നാമത്തെ റക്അത്തായും മൂന്നാമത്തെ റക്അത്തിനെ രണ്ടാമത്തെ റക്അത്തായിട്ടും പരിഗണിക്കുക. കാരണം അതൊക്കെ പൂർണ്ണമായി നിസ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി ആദ്യം നിസ്കരിച്ച ആ റക്അത്ത് നഷ്ടപ്പെട്ടു. അപ്പൊ അവിടെ അദ്ദേഹം പിന്നീട് വീണ്ടും എന്ത് ചെയ്യണം? അപ്പോൾ 2നെ 1ആയും 3നെ 2ആയും പരിഗണിച്ച് പിന്നെ 2 റക്അത്ത് കൂടി അദ്ദേഹം നിസ്കരിക്കണം. അപ്പോൾ ടോട്ടൽ കർമ്മത്തിൽ 5 റക്അത്ത് ഉണ്ടാകും, പക്ഷെ തത്വത്തിൽ 4 റക്അത്തേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട്? ഒന്നാമത് നിർവഹിച്ച അതിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തത് കൊണ്ട് അതിനെ റക്അത്തായി പരിഗണിക്കുകയില്ല. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ എന്താണ്? നിസ്കാരത്തിന്റെ റുക്കിനിൽപ്പെട്ട കാര്യമാണ്. 3 എണ്ണമാണ് ഇപ്പൊ പറഞ്ഞത്. നാലാമത്തത് റുക്കൂ ചെയ്യുക. അഞ്ചാമത്തത് റുക്കൂയിൽ നിന്ന് ഉയരുക. ഞാൻ ഇനി കുറച്ചിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. നാലാമത്തത് റുക്കൂ ചെയ്യുക. അഞ്ചാമത്തത് റുക്കൂയിൽ നിന്ന് ഉയരുക. ആറാമത്തത് റുക്കൂയിൽ നിൽക്കുക, എഴുത്തിതാൽ അവിടെ നിൽക്കുക. ഏഴാമത്തത് സുജൂദ് ചെയ്യുക. എട്ടാമത്തത് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. ഒമ്പതാമത്തത് അവസാനത്തെ തശഹുദിനു വേണ്ടി ഇരിക്കൽ. 10ആമത്തത് അവസാനത്തെ തശഹുദ് ചൊല്ലുകൾ. തശഹുദിന് ഇരുന്ന ശേഷം തശഹുദ്, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു എന്ന ദുആ ചൊല്ലല്. 11ആമത്തത് തശഹുദിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. 12ആമത്തത് ആദ്യത്തെ സലാം വീട്ടൽ. 13 ഓരോ റുക്കിനുകൾക്കിടയിലും അടക്കവും ഒതുക്കവും ഉണ്ടാകൽ, തുമഇനീനത്തുണ്ടാകൽ, അടക്കവും ഒതുക്കവും ഉണ്ടാകൽ. 14ആമത്തത് ക്രമപ്രകാരം നിർവഹിക്കൽ. ഇതാണ് നിസ്കാരത്തിന്റെ റുക്കിനുകൾ. നമ്മൾ ഫാത്തിഹ വരെയാണ് വിശദീകരിച്ചത്. ആ ഫാത്തിഹ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ ഇതിനെല്ലാറ്റിനും ബാധകമാണ്. അഥവാ ഒരാൾ റുക്കൂ ചെയ്തില്ല, ഒന്നാമത്തെ റക്അത്ത്
അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റക്കാത്തിൽ റുക്കുവും മറന്നിട്ട് നേരെ സുജൂദിലേക്ക് പോയി, റുക്കുവും ഇത്തിദാലും മറന്നിട്ട് സുജൂദിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ റക്കാത്തിലാണ് ഓർമ്മ വന്നത്, ആ റക്കാത്ത് നഷ്ടമാണ്. അദ്ദേഹം എന്ത് ചെയ്യണം? ആ ഒരു റക്കാത്ത് കൂടി അധികമായിക്കൊണ്ട് നിർവഹിക്കണം. അതേപോലെ തന്നെ റുക്കോയിലേക്ക് ഉയരൽ, റുക്കോയിൽ നിന്ന് ഉയരൽ, റുക്കോയിലേക്കല്ല, റുക്കോയിൽ നിന്ന് ഉയരൽ. പിന്നെ എഴുത്തിദാൽ, ഉയർന്നു കഴിഞ്ഞാൽ എഴുത്തിദാലിൽ എത്തിയാൽ അവിടെ അല്പസമയം ശാന്തമായി നിൽക്കൽ, അവിടെ നിൽക്കുക എന്നത്, ഖിയാം എന്നുള്ളത്, അത് റുക്കിനിൽപ്പെട്ടതാണ്. 2 സുജൂദുകൾക്കിടയിൽ ഇരുത്തം, ഇതൊക്കെ ഈ കർമ്മം ചെയ്യലാണ് കേട്ടോ. ഇതിവിടെ പ്രാർത്ഥിക്കലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, പ്രാർത്ഥന വാജിബാത്തുകളിലാണ് വരുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ 14 നിസ്കാരത്തിന്റെ റുക്കിനാണ്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ആ റക്അത്ത് നഷ്ടമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയാം. ഞാൻ ഒന്നും കൂടി പറയാം. ഒന്നാമത്തത് കഴിവുള്ളവർ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ, രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കൽ, മൂന്നാമത്തത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ, നാലാമത്തത് റുക്കൂ ചെയ്യൽ, അഞ്ചാമത്തത് റുക്കോയിൽ നിന്ന് ഉയരൽ, ആറാമത്തത് ഇഅ്തിദാലിൽ നിൽക്കൽ, ഏഴാമത്തത് സുജൂദ് ചെയ്യൽ, എട്ടാമത്തത് 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കൽ, ഒമ്പതാമത്തത് അവസാനത്തെ തശഹൂദിന് ഇരിക്കൽ, പത്താമത്തത് അവസാനത്തെ തശഹൂദിൽ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു എന്ന ദുആ ചൊല്ലൽ, 11ാമത്തത് അവസാനത്തെ തശഹൂദിൽ ആ ദുആഇന് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലൽ, 12ാമത്തത് ആദ്യത്തെ സലാം വീട്ടൽ, 13ാമത്തത് ഈ പറഞ്ഞ 13 കാര്യങ്ങളിലും അടക്കവും ഒതുക്കവും ഉണ്ടാവൽ, തുമഇനീനത്ത് ഉണ്ടാവൽ. തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകളൊക്കെ നിസ്കാരം പറഞ്ഞാൽ സ്പീഡിൽ നിസ്കരിച്ചു പോകണം, റുക്കൂ ഇത്തിദാലോ അങ്ങനെ പടപെട്ടെന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ കോഴി കൊത്തുന്നു, പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഉദാഹരണമാണ്, കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കുക. ഇങ്ങനെ കോഴി ഇങ്ങനെ അരി കൊത്തുമല്ല, അജ്മണി കൊത്തില്ല, ഇങ്ങനെ കൊത്തി 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 ഇങ്ങനെ എത്തുന്നതല്ല, അതേപോലെ നിസ്കരിക്കുക. അല്ലാഹു അക്ബർ, ഒരു ഒതുക്കല്ലാതെ. സുജൂദക്ക് കറക്റ്റാണ് പോകില്ല, അപ്പോഴത്തേനും ഉയർന്നിട്ടുണ്ടാവും. റുക്കുവിലേക്ക് കറക്റ്റ് പോയിട്ടുണ്ടാവില്ല, ഉയർന്നിട്ടുണ്ടാവും. ഫാത്തിഹ ഒന്നും യഥാവിധം ഓതിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വേഗത്തിലായിക്കൊണ്ട് അടക്കവും ഒതുക്കവും ഇല്ലാത്ത നിസ്കാരം, അത് നിസ്കാരത്തിന്റെ റുക്കിനാണ്. അടക്കവും ഒതുക്കവും ഇല്ലെങ്കിൽ ആ നിസ്കാരം ശരിയാവുകയില്ല. 14ാമത്തത് ക്രമപ്രകാരം ചെയ്യൽ, ഓർഡർ ഉണ്ടാവൽ, തർത്തീബ്. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, എന്നാ ഏതായാലും നിൽക്കല്ലേ, എന്നാ ഫാത്തിഹ ഓതിയിട്ട് ഇഅ്തിദാലും കൂടി ഓതിയിട്ട് റുക്കൂക്കും സുജൂദുക്കും ഒന്നിച്ചാണ് പോകാൻ തീരുമാനിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ സുജൂദ് ചെയ്തിട്ട് റുക്കൂവിലേക്ക് വരാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്താലോ? പറ്റൂല, ആ നിസ്കാരം ശരിയാവില്ല. റുക്കിന് നഷ്ടപ്പെട്ടു. ഏത് റുക്കിനാ നഷ്ടപ്പെട്ടത്? തർത്തീബ് എന്ന റുക്കൻ നഷ്ടപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഈ പറഞ്ഞത് നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് ഫാത്തിഹ ഓതി റുക്കൂ ചെയ്ത് റുക്കൂയിൽ നിന്ന് ഉയർന്ന് ഇഅ്തിദാൽ ചെയ്ത് സുജൂദിലേക്ക് പോയി, സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ഇരുന്ന് വീണ്ടും സുജൂദ് ചെയ്ത് പിന്നെ അവസാനത്തെ തശഹൂദിന് ചെയ്ത്, ഇങ്ങനെ ഈ ഓർഡർ ഉണ്ടല്ലോ നിസ്കാരത്തിന്റെ, ആ ഓർഡർ അത് അതുപോലെ നിർവഹിക്കുക എന്നത് എന്താണ്? റുക്കിനാണ്, ഫർളാണ്. അപ്പൊ ഈ ഓർഡർ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് നിസ്കാരത്തിന്റെ റുക്കിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളി. നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് തീർക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഒന്നുകൂടി, ഉള്ളവർ നിൽക്കൽ, രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യൽ, 3 ഫാത്തിഹ പാരായണം ചെയ്യൽ, 4 റുക്കൂ ചെയ്യൽ, 5 റുക്കൂയിൽ നിന്ന് ഉയരൽ, 6ാമത്തത് റുക്കൂവിന് ശേഷം നിൽക്കൽ, 7ാമത്തത് സുജൂദ് ചെയ്യൽ, 8ാമത്തത് 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കൽ, 9ാമത്തത് അവസാനത്തെ തശഹൂദിനു വേണ്ടി ഇരിക്കൽ, 10ാമത്തത് അവസാനത്തെ തശഹൂദിൽ അത്തഹിയാത്തുൽ മുബാറക്കാത്തു എന്ന പ്രാർത്ഥന ചൊല്ലൽ, ശേഷം 11ാമത്തത് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന ഇബ്രാഹിമിയ സ്വലാത്ത് നിർവഹിക്കൽ, 12ാമത്തത് ആദ്യത്തെ സലാം വീട്ടൽ, 13ാമത്തത് ഓരോ റുക്കിനുകൾക്കിടയിലും അടക്കവും ഒതുക്കവും ഉണ്ടാകൽ, 14ാമത്തത് ഈ പറഞ്ഞ കാര്യങ്ങൾ 12 കാര്യങ്ങൾ അത് ക്രമപ്രകാരം നിർവഹിക്കൽ. ഇതാണ് നിസ്കാരത്തിലെ റുക്കുനുകൾ അല്ലെങ്കിൽ ഫർളുകൾ എന്ന് പറയുന്നത്. ഇനി
നിസ്കാരത്തിലെ വാജിബുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വാജിബുകൾ 8 എണ്ണമാണ്. വാജിബിന്റെ പ്രത്യേകത, വാജിബുകൾ മറക്കുകയോ അതിന്റെ സ്ഥാനം വിട്ടുകിടക്കുകയോ, ഇപ്പോൾ ഒരു ചെയ്യേണ്ട സ്ഥലത്തല്ല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മടക്കി നിർവഹിക്കേണ്ട ആവശ്യമില്ല. അത് റുക്കുന് മടക്കി നിർവഹിക്കണം. വാജിബ് അത് മടക്കി നിർവഹിക്കേണ്ട ആവശ്യമില്ല. മറവിയുടെ സുജൂദ് ചെയ്താൽ മതിയാകും. അതിന് എന്ത് ചെയ്യും, പകരം നിൽക്കുന്ന കാര്യമാണ്. പകരമായിക്കൊണ്ട് മറവിയുടെ സുജൂദ് ചെയ്താൽ മതി. വാജിബ് നഷ്ടപ്പെട്ട, ഞാൻ ഒന്നും കൂടി പറയുന്നു, വാജിബ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറവിയുടെ സുജൂദ് കൊണ്ട് ആ നിസ്കാരം ശരിയാകുന്നതാണ്. എന്നാൽ റുക്കിന് നഷ്ടപ്പെട്ടാൽ മറവിയുടെ സുജൂദ് നിർവഹിച്ചാൽ മാത്രം പോരാ, ആ റുക്കിന് വീണ്ടെടുക്കുക തന്നെ വേണം. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ റുക്കിനും ഇതും തമ്മിലുള്ള ഒരു ചേർച്ച ഒന്നിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ, റുക്കിനാണെങ്കിലും ശരി വാജിബാണെങ്കിലും ശരി മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാകും. മനഃപൂർവ്വം ഏതെങ്കിലും ഒരു റുക്കിനോ ഏതെങ്കിലും ഒരു വാജിബോ നഷ്ടപ്പെടുത്തിയാൽ, അത് ഉപേക്ഷിച്ചാൽ, ഇപ്പൊ എന്നും 2 സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ, എന്നാ പിന്നെ ഒരു സുജൂദ് ഒന്ന് ചെയ്താൽ മതി, അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ സുജൂദിലുള്ള പ്രാർത്ഥന എന്നും ഞാൻ ഓതുന്നുണ്ടല്ലോ എന്നും ഓതുന്നില്ല എന്ന് തീരുമാനിക്കാൻ പറ്റൂല. അങ്ങനെ മനഃപൂർവ്വം തീരുമാനിച്ചാൽ ആ നിസ്കാരം ശരിയാകുന്നതല്ല, അത് ബാത്തിലായി പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിസ്കാരത്തിന്റെ വാജിബുകൾ 8 എണ്ണമാണെന്ന് ഞാൻ പറഞ്ഞു. ആ 8 എണ്ണം പറയാണ്. 1, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത ബാക്കി എല്ലാ തക്ബീറുകളും. തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ റുക്കുനിന്റെ കൂട്ടത്തിലാണ് എണ്ണിയത്. അതല്ലാത്ത ബാക്കി എല്ലാ തക്ബീറുകളും, റുക്കുവിലേക്ക് പോകുമ്പോൾ, ഇത്തിദാലിലേക്ക് വരുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ, സുജൂദിൽ നിന്ന് ഇരുത്തത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ തുടങ്ങി എല്ലാ തക്ബീറുകളും തക്ബീറത്തുൽ ഇഹ്റാം ഒഴികെ അത് നിസ്കാരത്തിന്റെ വാജിബുകളിൽ പെട്ടതാണ്. രണ്ടാമത്തത്, റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്നോ മറ്റേതെങ്കിലും ദിക്റുകളോ, സ്ഥിരപ്പെട്ടു വന്ന ഏതെങ്കിലും ദിക്റുകളോ ഒരു പ്രാവശ്യം പറയൽ, അത് വാജിബാണ്. റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്നോ സുബ്ഹാന അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നോ ഇങ്ങനെ തുടങ്ങി സ്ഥിരപ്പെട്ടു വന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഒരു തവണയെങ്കിലും പറയൽ, അത് നിസ്കാരത്തിന്റെ വാജിബുകളിൽ പെട്ട കാര്യമാണ്. അപ്പൊ ഒരാള് റുക്കുവിൽ പോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു, പ്രാർത്ഥന ഒന്നും ചൊല്ലിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, ഒരു വാജിബ് നഷ്ടപ്പെടുത്തി, ഒരു പ്രാവശ്യം പോലും ദിക്ർ ചൊല്ലിയില്ല. അപ്പൊ അവര് വാജിബ് നഷ്ടപ്പെടുത്തി. അപ്പൊ അവരെന്ത് ചെയ്യണം, മറവിയുടെ സുജൂദ് നിർവഹിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വാജിബുകൾ 2 എണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞത്. 1, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത ബാക്കി എല്ലാ തക്ബീറുകളും. രണ്ടാമത്തത്, റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്നോ മറ്റേതെങ്കിലും ദിക്റുകളോ ഒരു തവണ പറയൽ. മൂന്നാമത്തത്, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാമായി നിസ്കരിക്കുന്നവനും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാം നിൽക്കുന്നവനും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയൽ. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ, ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാം നിൽക്കുന്നവനും പറയൽ. മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അത് വാജിബല്ല. അവർ പറയേണ്ടത് റബ്ബന വലക്കൽ ഹംദ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളത് വിശദമായിട്ട് പറഞ്ഞതാണ്, ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെ മൊത്തത്തിൽ ഷോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തത് പറഞ്ഞത് ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ഇമാമായിക്കൊണ്ട് നിസ്കരിക്കുന്നവരും അഥവാ ഇമാമും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയൽ. നാലാമത്തെ വാജിബ്, റുക്കൂയിൽ നിന്ന് ഉയർന്ന ശേഷം റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയൽ. റുക്കൂയിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയൽ. ഇതും നിസ്കാരത്തിലെ വാജിബുകളിൽപ്പെട്ട കാര്യമാണ്. അഞ്ചാമത്തത്, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്നോ മറ്റേതെങ്കിലും സ്ഥിരപ്പെട്ട ദിക്റുകളോ ഒരു തവണ പറയൽ. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്നോ മറ്റേതെങ്കിലും സ്ഥിരപ്പെട്ട ദിക്റുകൾ ഒരു തവണ പറയുക എന്നത് വാജിബിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു തവണ പറഞ്ഞാൽ ആ വാജിബ് വീടി അറക്കായത്ത് കിട്ടി. എന്നാൽ ഒരു തവണ പോലും പറയാൻ മറന്നു എങ്കിൽ ആ നിസ്കാരത്തിൽ അവൻക്ക് ന്യൂനത സംഭവിച്ചവനാണ്. അവൻ എന്ത് ചെയ്യണം, മറവിയുടെ സുജൂദ് നിർവഹിക്കേണ്ടതാണ്. ഓക്കെ, അതാണ് നമ്മൾ അഞ്ചാമത്തത് പറഞ്ഞത്. ഇനി ആറാമത്തത്,
രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ റബ്ബി ഗ്ഫിർലി എന്നോ മറ്റേതെങ്കിലും ദിക്റുകളോ ചൊല്ലൽ. ഏറ്റവും ചുരുങ്ങിയത് ആ ഇരുത്തത്തിൽ, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ആ ഇരുത്തത്തിൽ ഏറ്റവും ചുരുങ്ങിയത് റബ്ബി ഗ്ഫിർലി, റബ്ബി ഗ്ഫിർലി എന്ന് പറയണം. അത് നിസ്കാരത്തിന്റെ വാജിബുകളിൽപ്പെട്ട കാര്യമാണ്. ഏഴാമത്തത് ഒന്നാമത്തെ തശഹൂദിൽ തശഹൂദ് ചൊല്ലൽ. ഒന്നാമത്തെ തശഹൂദ് ചൊല്ലൽ, അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു എന്ന ദുആ ചൊല്ലൽ. ഒന്നാമത്തെ തശഹൂദ് നിർവഹിക്കൽ. ഇപ്പോൾ 4 റക്അത്തുള്ളതോ 3 റക്അത്ത് ഉള്ളതോ ആയ നിസ്കാരങ്ങളിൽ രണ്ടാമത്തെ റക്അത്തിൽ തശഹൂദ് നിർവഹിക്കുക. അതെന്താണ്? നിസ്കാരത്തിന്റെ വാജിബുകളിൽപ്പെട്ട കാര്യമാണ്. എട്ടാമത്തത് ആ തശഹൂദിന് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു എന്ന പ്രാർത്ഥന ചൊല്ലൽ. രണ്ട് വ്യത്യാസമുണ്ട്, 7ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് തശഹൂദിന് വേണ്ടി ഇരിക്കലാണ്, രണ്ടാമത്തത് ആ തശഹൂദിൽ അത്തഹിയാത്തുൽ മുബാറക്കാത്തു എന്ന പ്രാർത്ഥന ചൊല്ലലാണ്. ഇങ്ങനെ 8 എണ്ണമാണ് നിസ്കാരത്തിലെ വാജിബുകൾ. ഇത് ഞാൻ ഒന്നുകൂടി ഒരാവർത്തി പറയാം. ഒന്നാമത്തത് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷമുള്ള എല്ലാ തക്ബീറുകളും. രണ്ടാമത്തത് റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്നോ മറ്റേതെങ്കിലും പ്രാർത്ഥനകളോ നിർവഹിക്കൽ. മൂന്നാമത്തത് ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാം നിൽക്കുന്നവനും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയൽ. നാലാമത്തത് റുക്കൂയിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ റബ്ബന വലക്കൽ ഹംദ് എന്നോ മറ്റേതെങ്കിലും സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ നിർവഹിക്കുകയോ ചെയ്യുക. അഞ്ചാമത്തത് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്നോ മറ്റ് ദിക്റുകളോ ഒരു പ്രാവശ്യം ചൊല്ലൽ. ആറാമത്തത് രണ്ട് സുജൂദുകൾക്കിടയിൽ റബ്ബി ഗ്ഫിർലി എന്നോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ടു വന്ന മറ്റേതെങ്കിലും ദിക്റുകളോ ചൊല്ലൽ. ഏഴാമത്തത് ഒന്നാമത്തെ തശഹൂദിന് ഇരിക്കൽ. എട്ടാമത്തത് ആ തശഹൂദിന് ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ തശഹൂദ് ചൊല്ലൽ, തഹിയാത്തുൽ മുബാറക്കാത്തു എന്ന തശഹൂദ് ചൊല്ലൽ. ഇതാണ് നിസ്കാരത്തിലെ വാജിബുകളും റുക്നുകളും അല്ലെങ്കിൽ വാജിബുകളും ഫർളുകളും. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഏരിയ സാധ്യത കാണുന്നത് കൊണ്ടാണ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഈ സമയം ഉപയോഗപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഞാൻ വാജിബുകളും ഫർള് അല്ലെങ്കിൽ റുക്നുകളും തമ്മിലുള്ള വ്യത്യാസം ഒന്നും കൂടി എടുത്ത് പറയാണ്. അത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. റുക്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ റക്അത്ത് ലഭിക്കുകയില്ല. ആ റക്അത്തിൽ തന്നെയാണ് നഷ്ടപ്പെട്ട റുക്കൻ ഓർമ്മ വരുന്നത് എങ്കിൽ അത് മടക്കി നിർവഹിക്കണം, എന്നിട്ടാണ് അത് പൂർത്തീകരിക്കാൻ പാടുള്ളൂ. അതല്ല പിന്നീടാണ് ഓർമ്മ വരുന്നത് എങ്കിൽ ആ റക്അത്ത് നഷ്ടമാണ്, വീണ്ടും ഒരു റക്അത്ത് കൂടി അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അത് നിർവഹിച്ച് പൂർത്തീകരിക്കണം. ഇതാണ് റുക്നിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാജിബിൽ നിസ്കാരത്തിൻ്റെ വാജിബുകൾ അത് മറന്നു പോയാൽ അത് മറവിയുടെ സുജൂദ് നിർവഹിച്ചാൽ മതിയാകും, അത് വീണ്ടെടുക്കേണ്ടതില്ല. എന്നാൽ റുക്കനാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ അത് വീണ്ടെടുക്കൽ നിർബന്ധമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഫഹദ വല്ലാഹു അലം ഫിസ്സവാബ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമലൈക്കും ഉസ്താദെ. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതാൻ മറന്നു, അല്ലെങ്കിൽ റുക്കൂ മറന്നു. അങ്ങനെ ആദ്യത്തെ റക്അത്ത് നഷ്ടമായി. പിന്നെ 4 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ സാഹിബിന്റെ സുജൂദ് ചെയ്യണോ? സഹുവിന്റെ സുജൂദ് ചെയ്യണം. അത് മാത്രമല്ല, ഒരു റക്അത്ത് നിങ്ങൾ അധികമായിട്ട് നിസ്കരിക്കണം. കാരണം ഫലത്തിൽ നിങ്ങൾ 3 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ 4 റക്അത്ത് നിസ്കരിക്കണം. അഥവാ നിങ്ങൾ അത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു റക്അത്ത് കൂടി അധികമായിട്ട് നിസ്കരിക്കുക. 3 റക്അത്ത് നിങ്ങൾ ഹുക്മി ആയിട്ട് നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പൊ ഒരു റക്അത്ത് കൂടി അധികമായി നിസ്കരിച്ചിട്ട് 4 കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, നിസ്കരിക്കുക. എന്നിട്ട് മറവിയുടെ സുജൂദ് ചെയ്തിട്ട് സലാം വിട്ടുക ഇൻഷാ അല്ലാഹ്.
ഉസ്താദ് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഓർമ്മ വന്നെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരം വീണ്ടും നിസ്കരിക്കുക. ക്ലിയർ ആയില്ല. എല്ലാ നമസ്കാരം വീണ്ടും നിസ്കരിക്കാനാ? അല്ല എല്ലാ വക്തും അല്ല, ആദ്യം ആ നിസ്കാരം വീണ്ടും നിസ്കരിക്കുക. ആ മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇപ്പൊ നിങ്ങൾ ഇന്ന് വബറകാതുഹു. മാരി നിസ്കരിച്ചത് ഞാൻ ഒന്നുകൂടി നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒന്നുകൂടി വിശദീകരിച്ചത്. അപ്പൊ ഉദാഹരണത്തിന് ഇന്ന് ഞാൻ മാരി നിസ്കരിച്ചു. മാരി നിസ്കരിച്ചപ്പോ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതാൻ മറന്നു, അല്ലെങ്കിൽ റുക്കൂ ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ സുജൂദ് ചെയ്യാൻ മറന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു റുക്കിന് ചെയ്യാൻ മറന്ന് പിന്നെ ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്താണ് പഠിച്ച റബ്ബ് എന്ന് ഞാൻ റുക്കൂ ചെയ്തിട്ടില്ലല്ലോ നിസ്കാരത്തില് എന്ന് ഓർമ്മ വന്നാൽ അവിടെ എന്ത് ചെയ്യണം? ആ നിസ്കാരം അവൻ മടക്കി നിർവഹിക്കണം. കാരണം ആ നിസ്കാരം പൂർത്തിയായിട്ടില്ല. അതാണ് റുക്കന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൂണ് പറയില്ലേ, വീടിന് ഒരു തൂണ് ഉണ്ടാവുമല്ലോ, നമ്മളൊരു സാധനത്തിന് തൂണ് താങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൂണ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ആ തൂണ് വീണ് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂടി വീഴൂലേ? അതേപോലെയാണ് നിസ്കാരത്തിന്റെ റുക്കിനുകൾ. ഏതെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ മൊത്തം വീഴും. അഥവാ സുജൂദ് ചെയ്തില്ല, റുക്കൂ ചെയ്തില്ല, ഫാത്തിഹ ഓതിയില്ല, തക്ബീറത്തുൽ നിർവഹിച്ചില്ല, ആ നിസ്കാരം മൊത്തം വാത്തിലായി തീരും. അപ്പോൾ നമ്മള് മറന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓർമ്മ വന്നെങ്കിൽ അവരെന്ത് ചെയ്യാ? ആ നിസ്കാരം മടക്കി നിർവഹിക്കണം. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫർദിന്റെ പേരാണോ എന്താണ് ഈ ഫർദിന് പറഞ്ഞ പേരാണ് ഈ റുക്കിന്? ആ ഫർള് റുക്കിനൊക്കെ ഒന്ന് തന്നെയാണ്. അതാണ് അറിയാത്തത് സംഭവം. ഉസ്താദെ പിന്നെ നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ആരെങ്കിലും വന്ന് ബെല്ലടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുമില്ലാത്ത സമയത്ത് നമ്മളത് അഴിച്ച് നിസ്കരിക്കാൻ പിന്നെ തുറന്നു കൊടുക്കുക, അങ്ങനെ അത് തെറ്റാണോ? നിങ്ങൾക്ക് രണ്ടും ചെയ്യാം. നിങ്ങൾക്ക് ഇഖ്തിയാറാണ് ഇതില്. നിങ്ങൾക്ക് ഫർള് നിസ്കാരം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാം. ഇനി അതല്ല, നിങ്ങൾ നിസ്കരിക്കുകയാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ഓതുന്ന സൂറത്തുകൾ ശബ്ദം കൂട്ടി ഓതാം. തക്ബീർ ചൊല്ലുന്നത് ഒന്ന് ശബ്ദം കൂട്ടിയിട്ട് തക്ബീർ ചൊല്ലി പോകാം. അപ്പോൾ ഒരു നിസ്കരിക്കുകയാണെന്ന് അറിയാം, അപ്പോൾ അവരോട് വെയിറ്റ് ചെയ്തോളും. ഇനി അതെല്ലാം സുന്നത്തൊക്കെയാണ് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവർക്ക് എന്താ ഒരു കുറഞ്ഞ ദൂരത്തിൽ നടന്നുകൊണ്ട് തുറന്നു കൊടുക്കാൻ പറ്റുന്ന ദൂരാണെന്നുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ലാന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാൻ പറ്റും. അസ്സലാമലൈക്കും മൗലവി. ഞാന് പള്ളിയിൽ പോവുകയാണ് ചില സമയങ്ങളിൽ നിസ്കരിക്കുക. അപ്പൊ ഒറ്റയ്ക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അധികം ടൗണൊന്നുമല്ല, ഉള്ളേരിയിലെ പള്ളി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? ഉള്ളീന്ന് കുറ്റിയിടും. പേടിയാണ്, ഈ ഹിന്ദിക്കാരൊക്കെ അതിൽ നടക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഞാൻ അങ്ങനെ കുറ്റിയിട്ട്, അപ്പൊ വേറെ ആൾക്കാർ വന്നു. അപ്പൊ 2 റക്അത്ത് കഴിഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ കൈ അഴിച്ചിട്ട് ഓടിപ്പോയി തുറന്നു. പിന്നെ ഞാൻ ആദ്യം തൊട്ട് മഗ്‌രിബ് നിസ്കരിച്ചു. അങ്ങനെ കഴിയുമ്പോ എന്താ ചെയ്യണ്ടേ? അതിന് കുഴപ്പമൊന്നുമില്ല. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, നിസ്കാരം എന്താ പറയാ ഒഴിവാക്കുകയാണെന്ന് മനസ്സിൽ വിചാരിച്ചാൽ തന്നെ അവന്റെ നിസ്കാരം പോയി. അവന് വീണ്ടും കൈ കെട്ടിയിട്ട് ഇപ്പൊ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ടാമത്തെ റക്അത്തിൽ ഇപ്പൊ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഒരാള് നിസ്കരിക്കണ കൂട്ടത്തിൽ ഇങ്ങനെ വിചാരിക്കാണ് ഞാൻ നിസ്കാരം ഒഴിവാക്കുകയാണ് എന്ന് മനസ്സിൽ കരുതിയാൽ തന്നെ അവന്റെ നിസ്കാരം ബാത്തിലായി. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ആദ്യം തൊട്ട് നിസ്കരിക്കണം. പിന്നെ വീണ്ടും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. അപ്പൊ അത് അവർ രണ്ടാമത്തെ നിസ്കാരം എന്ത് ചെയ്യണം? നിർവഹിക്കണം. അതല്ല, അപ്പൊ നമ്മള് വേഗം പോയി ഡോറ് തുറന്നു കൊടുക്കുവാണെങ്കിൽ, കൈ അഴിക്കാതെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ പ്രശ്നമുണ്ടോ? അല്ല, കൈ അയച്ചുകൊണ്ട് പോവാണ് അവിടെ നല്ലത്. ഫർള് നിസ്കാരത്തിൽ, സുന്നത്ത് നിസ്കാരത്തിലാണ് പണ്ഡിതന്മാർ ആ ഒരു അളവ് പറഞ്ഞതായി കണ്ടിട്ടുള്ളത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തില നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴേ ഇമാമിനോടൊപ്പം റുക്കൂയിൽ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഫാത്തിഹ നമുക്ക് നഷ്ടപ്പെട്ടോ, അതോ വീണ്ടും ഒരു റക്അത്ത് അധികമായിട്ട് നിസ്കരിക്കണോ? അത് നമ്മള് റുക്കുവിന്റെ ഫാത്തിന്റെ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞിരുന്നു. അവിടെ നമുക്ക് എന്ത് കിട്ടും? ആ റക്അത്ത് കിട്ടും. ഇമാമുമായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാം ഓതുന്നത് മതി എന്നാണ്. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വിശദീകരിച്ചിരുന്നു. നമുക്ക് എന്ത് ചെയ്താൽ മതി? മൻ അദ്റക റുകൂഅ ഫഖദ് അദ്റക റകഅ എന്ന ഹദീസിൽ കാണാൻ പറ്റും. ആർക്കെങ്കിലും റുക്കൂ കിട്ടിയാൽ അവർക്ക് റക്അത്ത് കിട്ടിയെന്ന്. അപ്പൊ അവിടെ എന്ത് ചെയ്യണ്ട? ഫാത്തിഹ നഷ്ടപ്പെടൂല, റക്അത്ത് നഷ്ടപ്പെടൂല. പിന്നെ അവിടെ ഈ വാജിബ് നമുക്ക് റുക്നുകളാ നഷ്ടപ്പെടുന്നെങ്കിൽ നമ്മള് അത് വീട്ടുകയും വേണം, സഹ്വിന്റെ സുജൂദ് ചെയ്യണോ? അതെ, മറവിയുടെ സുജൂദ് ചെയ്യാൻ വേണം. അത് വീട്ടും. വാജിബ് ആണെങ്കിൽ അത് വീട്ടാതെ സഹ്വിന്റെ സുജൂദ് ചെയ്യാം. അതെ.
ഓക്കെ, ഇവിടെ വന്ന 1-2 ചോദ്യങ്ങൾ. ഒരു സുജൂദ് മറന്നാൽ മറവിയുടെ സുജൂദ് ചെയ്താൽ മതിയോ? പോരാ. സുജൂദ് മറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് സുജൂദും റുക്കിന് തന്നെയാണ്. സുജൂദ് വീണ്ടെടുക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? മറവിയുടെ സുജൂദ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് ആദ്യത്തെ സലാം വീട്ടൽ? ആദ്യത്തെ സലാം വീട്ടൽ റുക്കിനാണ്. നിസ്കാരത്തിലെ റുക്കിനാണ് ആദ്യത്തെ സലാം വീട്ടൽ. സുന്നത്ത് നിസ്കാരത്തിൽ ബാങ്കും ഇഖാമത്തും ചൊല്ലണം എന്നുണ്ടോ? ഇല്ല. സുന്നത്ത് നിസ്കാരത്തിൽ ബാങ്കും ഇഖാമത്തും ഇല്ല. ഫർള് നിസ്കാരത്തിനാണ് ബാങ്കും ഇഖാമത്തും ഉള്ളത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് ഒരാള് കൊടുക്കണമെന്നുണ്ടോ? എങ്ങനെ? ഫർള് ബാങ്കും ഇഖാമത്തും കൊടുക്കണമെന്നുണ്ടോ? ഫർള് നിസ്കാരത്തിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കണം. അത് ആണാവട്ടെ പെണ്ണാകട്ടെ, ബാങ്കും ഇഖാമത്തും കൊടുക്കണം. അത് ആണുങ്ങൾക്കായാലും ശരി പെണ്ണുങ്ങൾക്കായാലും ശരി. നിസ്കാരത്തിന്റെ നിർബന്ധമുള്ള കാര്യമല്ല, അത് നിസ്കാരത്തിന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഓക്കെ ഓക്കെ. ബാങ്ക് പള്ളിയിൽ കൊടുക്കുന്നല്ലോ ഉസ്താദ്. അത് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് ഇതൊന്ന് കേട്ടു, ഇഖാമത്ത് കൊടുത്തിട്ട് ബാങ്ക് പള്ളിയിൽ കൊടുക്കുന്നില്ലേ? ഇപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിലാവട്ടെ മറ്റേത് വിഷയങ്ങളിലാവട്ടെ, സ്ത്രീകൾക്ക് എന്ന് മാത്രമായിക്കൊണ്ട്, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, സ്ത്രീകൾക്ക് മാത്രമായിക്കൊണ്ട് എന്ന വിഷയങ്ങളിൽ മാത്രമേ സ്ത്രീകൾക്കുള്ളൂ. ഇപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിൽ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, സ്ത്രീകൾക്ക് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായിട്ടൊരു കർമ്മം വന്നിട്ടില്ല, പ്രത്യേകമായിക്കൊണ്ടൊരു വിധി വന്നിട്ടില്ല. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒരേപോലെയാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അത് ബാങ്കിന്റെ ഇഖാമത്തിന്റെ വിഷയത്തിലാവട്ടെ, സുജൂദിൽ ഇരിക്കുന്ന വിഷയത്തിലാവട്ടെ, നിസ്കാരത്തിൽ വിഷയത്തിലാവട്ടെ, ഇത് എല്ലാ വിഷയങ്ങളിലും ഒരേപോലെയാണ്. ഇപ്പോ വ്യത്യാസം വരുന്നത് ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നിസ്കാരത്തിന്റെ നൃത്തവുമായി ബന്ധപ്പെട്ടിട്ട്, സ്വഫ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അതല്ലാതെ ബാക്കി ഏറെക്കുറെ ഏരിയകളിലൊക്കെ ആണുങ്ങൾ ചെയ്യുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ബാങ്കിന്റെ ഇഖാമത്തിന്റെ വിഷയം അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്തുകൊണ്ട് ബാങ്കും ഇഖാമത്തും കൊടുത്തുകൊണ്ട് നിസ്കരിക്കണം. ഇപ്പൊ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്നോ അതല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ്. ഒരാൾ ബാങ്കും ഇഖാമത്തും കൊടുത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണത. ഇനി ഒരാൾ ബാങ്കും ഇഖാമത്തും കൊടുത്തില്ല, അങ്ങനെ നിസ്കരിച്ചു, അവരുടെ നിസ്കാരം ശരിയാകും. എന്നാൽ ഏറ്റവും പൂർണ്ണത ആ ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ട് നിർവഹിക്കാന്നാണ്. ഇനി ഒരാൾ ഇഖാമത്ത് മാത്രം കൊടുത്തു, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. പരീക്ഷന്റെ ഇത് കിട്ടിയിട്ടില്ലല്ലോ, അതെങ്ങനെയാ നോക്കാൻ എനിക്ക് അറിയില്ല. അത് നിങ്ങൾ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ സ്കോറും അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമായിരുന്നു. തന്നെ ഇപ്പൊ കിട്ടും? ഇനിയും നോക്കിയാല് നിങ്ങൾക്ക് ഇനി അത് കിട്ടാൻ സാധ്യത, നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡിയിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വന്നെടുക്കണുണ്ടാവും. നേരിടില്ല. ഞാൻ നോക്കിയത് എനിക്ക് കാണുന്നില്ല, അതാണ്. ഇനി റുക്കനുകളും വാജിബുകളും മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞില്ല, കുറച്ച് എഴുതാൻ ഇതിൽ വിട്ടുതരാണെങ്കിൽ എഴുതി വെക്കായിരുന്നു. നോട്ടെ ഞാൻ ഗ്രൂപ്പിൽ അയച്ചിരുന്നു ഇൻഷാല്ലാ. ഓക്കെ, നമ്മുടെ വന്ന 2 ചോദ്യങ്ങള്. ഒന്ന്, റൈറ്റ് സൈഡ് മാത്രമാണോ ആദ്യത്തെ സലാം വീട്ടൽ ഉദ്ദേശിക്കുന്നത്? അതെ, വലതുഭാഗത്തേക്ക് സലാം വീട്ടുന്നതാണ്, സലാം വീട്ടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റുക്കിന് നഷ്ടപ്പെട്ടാൽ 6 റക്അത്ത് മടക്കി നമസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷമാണോ മറവിയുടെ സുജൂദ് ചെയ്യേണ്ടത്? ഇൻഷാല്ലാ മറവിയുടെ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് വിശദീകരിച്ച് തരുന്നുണ്ട്. ഏത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ആദ്യം റുക്കിനും വാജിബും ക്ലിയർ ആവട്ടെ, എന്നിട്ട് ഞാൻ മറവിയുടെ സുജൂദിലേക്ക് മുമ്പ് ശേഷമുള്ള പറഞ്ഞിട്ടുണ്ട്. മറ്റേത് നിങ്ങൾ ആകെ തലതിരിയും. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് സുന്നത്തുകളാണ്. സുന്നത്തുകൾക്ക് ശേഷം ഞാൻ മറവിയുടെ സുജൂദ് എടുത്തു തരാം ഇൻഷാല്ലാ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യത്തെ അത്തഹിയ്യാത്ത് ഇരുത്തം മറന്നാല് മറവിയുടെ സുജൂദ് ചെയ്താൽ മതി. അതെ, അത് വീണ്ടെടുക്കേണ്ടതില്ല, കാരണം അത് വാജിബിൽ പെട്ടതാണ്, റുക്കിനല്ല. റുക്കുനുണ്ടല്ലേ ഉസ്താദ്, അത് ഗ്രൂപ്പിലൊന്ന് ഇടുവോ? റുക്കിനും വാജിബും ഞാൻ ഗ്രൂപ്പിൽ ഇടാം. വാജിബ് രണ്ടും കൂടെ ഒന്ന് ഇട്ടാൽ വലിയൊരു ഉപകാരമാണ്. സ്ക്രീനിൽ കാണിച്ചിട്ടില്ലല്ലേ എഴുതിയെടുക്കാനേ. ഇൻഷാല്ലാ ഞാൻ ഗ്രൂപ്പിൽ ഇടാം, ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇടാം. മറക്കണ്ട ഉസ്താദ്, ഇല്ല എങ്ങനെ കിട്ടും എനിക്ക്? എങ്ങനെ
പരീക്ഷേണ്ടത് ഞാനെങ്ങനെ അറിയാം? നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അല്ലാതെ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ആക്കി, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഇൻഷാ അള്ളാ. എങ്ങനെ മെസ്സേജ് ഇതിൽ തന്നെ ഞാൻ വേറുണ്ടോ? എന്റെ നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം, നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ആയിക്കോട്ടെ. ചാറ്റ് ബോക്സിൽ എന്റെ നമ്പർ അയച്ചിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഇൻഷാ അള്ളാ. വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, വേറെ ഒന്നും ഇല്ലാതെ നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അള്ളാ. ബാങ്ക് മറന്നിട്ടില്ല. എങ്ങനെ? എത്രയും നമ്പർ പറഞ്ഞ 80 86 87 90 85 80 86 87 90 85. 85. നമ്മൾ വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ചൊല്ലുന്നത് അവസാനിപ്പിക്കാം ഇൻഷാ അള്ളാ. അധികമായാല് സഹവിന്റെ സുജൂദ് ചെയ്യണം. എങ്ങനെ? അറിയാതെ ചൊല്ലുന്നത് നമ്മള് ചിലപ്പോ അധികം ചൊല്ലിപ്പോയാല് ഇല്ല ഇല്ല സഹവിന്റെ ഇല്ല സുജൂദ് ഇല്ലല്ലേ? ഇല്ല. ഇൻഷാ അള്ളാ. ചൊല്ലുന്നതിന് പ്രത്യേകിച്ച് പരിധിയൊന്നുമില്ല. ഇപ്പൊ നിങ്ങള് സുജൂദിലെ ദിക്റുകളുടെ എണ്ണം ഒക്കെയാണ് കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, ഞാൻ അത്തഹിയ്യാത്ത് ചിലപ്പോ നമ്മൾ അറിയാണ്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് വരെ ചെല്ലണ്ടോടത്ത് ചിലപ്പോ മജീദ് വരെയൊക്കെ ചെല്ലിപ്പോയാല് അത് തെറ്റുണ്ടോ? രണ്ടാമത്തെ മനസ്സിലായില്ല. ഇടയിലെ ഇരുത്തത്തിൽ നമ്മൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് വരെ ചെല്ലുന്നത് ഇന്നക ഹമീദ് മജീദ് എന്ന് വരെ അറിയാതെ ചെല്ലിപ്പോയാല് ഈ ഇടയിൽ ഇരുത്തുന്ന വെച്ചാൽ ആദ്യത്തെ തശഹുദാണ് നിങ്ങൾ ഉദ്ദേശിക്കണേ? ആദ്യത്തെ അവിടെ ഒരിക്കലും തശഹുദ് പൗതി വെച്ചിട്ട് നിർവഹിക്കുക, സ്വലാത്ത് പൗതി വെച്ചിട്ട് നിർത്തുക, അങ്ങനെയല്ല ഉള്ളത്. ഒന്നുകിൽ ആ സ്വലാത്ത് പൂർണ്ണമായിട്ട് ചൊല്ലുക, അല്ലെങ്കിൽ ആ സ്വലാത്ത് ചൊല്ലാതിരിക്കുക. അല്ലാതെ ഇന്നക ഹമീദ് മജീദ് വരെ മാത്രം എന്നുള്ളതില്ല. അവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ചില ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ട് തോന്നണേ. അഥവാ ഇന്നക ഹമീദ് മജീദ് എന്ന് വരെ മാത്രമാണ് ആദ്യത്തെ തശഹുദിൽ നിർവഹിക്കേണ്ടത് എന്നൊരു തെറ്റിദ്ധാരണ ചില ആളുകൾക്ക് ഇടയിലുണ്ട്. അങ്ങനെയല്ല കാര്യം. ആ തശഹുദ് പൂർണ്ണമായിട്ട് ചൊല്ലാം. തശഹുദ് പൂർണ്ണമായിട്ട് ചൊല്ലാണ് വേണ്ടത്. പകുതി വെച്ചിട്ട് നിർത്തല്ല വേണ്ടത്. തശഹുദ് പൂർണ്ണമായിട്ട് ചൊല്ലാം. രണ്ടാമത്തെ തഹിയ്യാത്തിനും അങ്ങനെ പൂർണ്ണമായിട്ട് ചെല്ലണം. അതെ. വരെ അല്ല, രണ്ടാമത്തെ അത്തഹിയ്യാത്തിലും തശഹുദിലെ പ്രാർത്ഥന, അത്തഹിയ്യാത്തുൽ മുബാറകാത്ത് എന്ന പ്രാർത്ഥനയും സ്വലാത്തുമാണ് നിർബന്ധമുള്ളത്, റുക്കനായിട്ടുള്ളത്. ബാക്കിയുള്ളത് സുന്നത്തുകളിൽപ്പെട്ട കാര്യമാണ്. ബാക്കിയുള്ളത് സുന്നത്തുകളിൽപ്പെട്ട കാര്യമാണ്. ഏതുവരെ ചെല്ലണം എന്നാ പറഞ്ഞു ആദ്യത്തെ അത്തഹിയ്യാത്തിന്? ഉസ്താദെ, ഒന്നാമത്തെ അത്തഹിയ്യാത്തില് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നല്ലേ പറയുന്നുള്ളൂ. അത്തഹിയ്യാത്തില് 2 റക്അത്ത് കഴിഞ്ഞ് 4 റക്അത്തുള്ളതിന്. അതെ, അതും തന്നെ വാജിബാണ്. ഓക്കെ. ഒന്നാമത്തെ തശഹുദിൽ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു എന്ന ദുആ മാത്രം ചൊല്ലിയാ മതി. അത് വാജിബാണ്. അതും തന്നെ മറന്നു ഒരാള്. സ്വലാത്ത് ചൊല്ലാം, സ്വലാത്ത് സുന്നത്താണ്. സ്വലാത്ത് ചൊല്ലി എന്നതുകൊണ്ട് വിരോധമില്ല. ഉസ്താദെ, അതുപോലെ നമ്മള് സുജൂദ് ചെയ്യുമ്പോ അറിയാതെ ചിലപ്പോ 3 പ്രാവശ്യം സുജൂദ് ചെയ്ത് എന്ന് വെച്ചാല് ചിലപ്പോ നമ്മള് സുജൂദിലെ സുന്നത്ത് നമസ്കാരത്തിന് ദുആ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ 2 ആണോ സുജൂദ് ചെയ്ത 3 ആണോ എന്ന് സംശയിച്ചിട്ട് 3ാമതൊരു സുജൂദ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റുമോ, അതോ എങ്ങനെയാണ്? അത് മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല. ഓക്കെ. മനഃപൂർവ്വം ചെയ്താൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ മറന്നുകൊണ്ട് ഒരാൾ ചെയ്തു, അതല്ലെങ്കിൽ സംശയം കൊണ്ട് ഒരാൾ നിർവഹിച്ചു, അതിന് മറവിയുടെ സുജൂദാണ് ചെയ്യേണ്ടത്. അതിന് പരിഹാരമായിട്ട് അത് എപ്പോ എങ്ങനെ ചെയ്യണം എന്നുള്ളത് മറവിയുടെ സുജൂദിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാ. ഇപ്പൊ ഇവര് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ ആവർത്തിച്ച് പറഞ്ഞു തരൂ. അഥവാ ഇപ്പൊ നിസ്കാരത്തില് സുജൂദ് എത്ര സുജൂദ് നിർവഹിച്ചു എന്ന് സംശയം വന്നു. അപ്പൊ അങ്ങനെ ആവുമ്പോള് 3 സുജൂദ് ആയിപ്പോയി. നിസ്കാരത്തില് ഒരു 3 സുജൂദ് നിർവഹിച്ചു, മറന്നുകൊണ്ടോ അതല്ലെങ്കിൽ ഒന്നേ ചെയ്തിട്ടുള്ളൂ എന്ന് ഒരു ഓർമ്മ വെച്ചിട്ട് ഒരാൾ എന്ത് ചെയ്തു, വീണ്ടും ഒരു സുജൂദ് കൂടി ചെയ്തു എങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിച്ചത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറവിയുടെ സുജൂദാണ് നിർവഹിക്കേണ്ടത്. അത് എപ്പോ എങ്ങനെ മറവിയുടെ സുജൂദ് ചെയ്യുമ്പോ 2-3 രൂപത്തിൽ ചെയ്യേണ്ടതുണ്ട്. അത്
സജ്ജത വജ്ജിയ തൽക്കോ അതാണ് ഓതേണ്ടത് അല്ലെങ്കിൽ സുബ്ഹാന അല്ലല്ല, റബ്ബിൽ അഅ്ല സുജൂദിലെ സാധാരണ പ്രാർത്ഥനയാണ് അത് പറയുന്നത്. ചെല്ലിയാ മതി. ആ ആയിക്കോട്ടെ. ഓക്കെ, ഇൻഷാല്ലാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് നമ്മളിപ്പോ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോ അത്തയ്യാത്ത് പിന്നെ ലാസ്റ്റത്തെ അത്തയ്യാത്ത് ഓതി കഴിഞ്ഞിട്ട് പിന്നെ സമയം പിന്നെ ഇമാമ് സലാം വീട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അതില് എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ ചൊല്ലാൻ പറ്റുമോ? പറ്റും. ബാക്കിയുള്ള പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാലോ. അല്ല, നമുക്ക് വേറെ എന്തെങ്കിലും അത്തയ്യാത്ത് കഴിഞ്ഞ് ഫുള്ള് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഖുർആനിലൊക്കെ വന്ന അങ്ങനെ ചൊല്ലാവുന്നതാണ്. അല്ലാതെ തന്നെ അത്തയ്യാത്തിന് ശേഷം നബി പഠിപ്പിച്ചെന്ന പ്രാർത്ഥന തന്നെ കുറെ ഉണ്ട്. നമ്മള് മുമ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ വിഷയമാണ്. അതന്നെ ധാരാളം ഉണ്ട്. ഇനി അതല്ലാത്ത പ്രാർത്ഥനകളും ചൊല്ലണോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ നമ്മളെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന അത് പറ്റുമോ? അതെ, അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സുജൂദിലാവട്ടെ, തശഹുദില് ഇരുത്തത്തിലാവട്ടെ, അങ്ങനത്തെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനത്തെ ആശയങ്ങൾ വരുന്ന എല്ലാവിധ ആശയങ്ങളും ഉൾക്കൊള്ളുന്നതായ പ്രാർത്ഥനകൾ എമ്പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ വന്നതുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് അതന്നെ ചൊല്ലാൻ പരമാവധി എന്ത് ചെയ്യാ നമ്മൾ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് മറ്റു പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയോ നിസ്കാരം ശരിയാവാതിരിക്കുകയൊന്നും ചെയ്യില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നും കൂടി ഒരു സൂക്ഷ്മത നല്ലത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകൾ ഉണ്ടാകുമ്പോൾ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പൊ നമ്മള് ഇമാമ് സലാം വീട്ടുന്നത് വരെ അങ്ങനെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. ഓക്കെ, ഇൻഷാല്ലാ. എന്നാ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ എന്തായാലും കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫഹാദാ വല്ലാഹു അലം ഫിസ്സവാബ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും